ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഉരുളൻകിഴങ്ങ്, സബോള, തക്കാളി, ഒരു ക്യാരറ്റ് ചെറുതെടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി എടുത്തു. ഇതാ മുളക് വറുത്ത എണ്ണയിലേക്കാണ് കേട്ടോ ഞാനിതാ മുളക് പൊടി ഇട്ടണത്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതാ വറക്കുകയാണ് കേട്ടോ. നിങ്ങളെ സംക്രാന്തി പണിയൊക്കെ കഴിഞ്ഞോ? ഞങ്ങളിതാ കുറേയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ തലേ ദിവസം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു തൊയിരക്കട. അപ്പോൾ വേഗം പിന്നെയും കട്ട്ലയും വാതിലൊക്കെ ഒന്നും കൂടിയും തുടക്കലും കഴുകലൊക്കെ ഒന്ന് ചെയ്ത് ഇതാക്കും. അപ്പോൾ അതിൻ്റെ പണിത്തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വറുത്തു. അതിലേക്ക് ഞാൻ ആ സാധനങ്ങളൊക്കെ ചേർത്തു കേട്ടോ. ഇനി അത് നന്നായിട്ട് നന്നായി ഇളക്കുകയാണ് ചെയ്യണത്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രം, പിന്നെ എന്താ പറയുക, ഇവിടേക്ക് പോയി, പഴനി പോയി, അത് കഴിഞ്ഞ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയി. അങ്ങനെ കുറേ അമ്പലങ്ങളിലൊക്കെ രാമേശ്വരം പോയി. അങ്ങനെയൊക്കെ പോയി. ഇതാ വെള്ളം ചേർത്തു. വെള്ളമൊക്കെ ഇതാക്കിയിട്ട് ഇത്തിരി ചാറോട് കൂടിയിട്ട് വേണം, അല്ലെങ്കിൽ കഴിക്കാനൊന്നും അധികം ഉണ്ടാക്കിയിട്ടില്ല. എന്താ വെച്ചാൽ ഈ പണികളല്ലായിരുന്നു, അതിൻ്റെ കുറേ കഴുകാണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴുകലും പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അത് കാരണം കറി ഇതാ ഉപ്പ് ചേർത്തു. ഇനി കുറച്ച് ഗരം മസാലപ്പൊടികളാണ്. അതതാ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റ് അത് ചേർത്തു. പിന്നെ ഗരം മസാലപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ചിക്കൻ മസാലപ്പൊടി. അപ്പോൾ അതൊക്കെ ചേർത്ത ഒരു മണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അതാ കുരുമുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഗരം മസാലപ്പൊടി ചേർക്കുകയാണ് കേട്ടോ. ഗരം മസാലപ്പൊടി കുറച്ച് ചേർക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്തു. ഇനി ചിക്കൻ മസാലപ്പൊടി ചേർക്കും. അങ്ങനെയാണ് നമ്മളെ ഈ മസാലക്കറി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾക്ക് ഒന്നും നേരില്ലാത്ത കാരണം കൊണ്ട് വേഗം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ആയിട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും നല്ലൊരു മണം. ഇത് വാങ്ങാറാകുമ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ തൂവി കൊടുക്കണം കേട്ടോ. കഴിഞ്ഞു, പണി കഴിഞ്ഞു.